വെൽക്കം ബാക്ക് ടു ജിനോടെക് വ്ലോഗ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൻ്റെ റിവ്യൂസ് ചെയ്ത് ഇങ്ങനെ മടുത്തിരിക്കുമ്പോഴാണ് ഒരു വെറൈറ്റി സാധനം കിട്ടിയത്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ടാബ്ലറ്റ് ആണ്. അതേ ഗൈസ്, റിയൽമിയുടെ പാഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിടുക്കാച്ചി ടാബ്ലറ്റ് ആണ് ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാനിത് കിടുക്കാച്ചി എന്ന് പറയാൻ കാരണം വെച്ചാൽ ഞാനിത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് കിടുക്കാച്ചി ടാബ് എന്ന് പറഞ്ഞത്. സത്യം പറയാൻ ആ ടാബ് അങ്ങനെ ലോങ് ടൈമിലേക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഏതൊക്കെയോ കാലത്ത് കുറച്ച് ടാബൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ മൊബൈൽ ഫോൺ ഉണ്ട് അത്യാവശ്യത്തിന്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ യൂസേജ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു സംഭവം ഉപയോഗിച്ചതിന് ശേഷം ഒരു ടാബ്ലറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. സോ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. റിയൽമിയുടെ പാഡ് 3 ഏറ്റവും പുതിയ ലോഞ്ചാണ്. സോ നമുക്ക് ബോക്സ് കിട്ടിയിട്ടുണ്ട്. ബോക്സ് ഒന്ന് നമ്മൾ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു ടാബ് എന്ന് പറയുന്നത്, റിയൽമി പാഡ് 3. ഞാനിനി ഇതിനെ പാഡെന്ന് വിളിച്ചോട്ടെ. ഓക്കെ, സോ നമ്മുടെ പാഡൊന്ന് നമുക്ക് പുറത്തേക്ക് എടുക്കാം. സോ ഗൈസ്, എന്താ ഭംഗിയല്ലേ, അടിപൊളി ഒരു ഗോൾഡൻ ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു കളർ വന്നിട്ടുള്ളത്. നമുക്ക് 2 കളർ വേരിയൻറ്റിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ നോക്കി നോക്കി, നല്ല കിട്ടുക്കാച്ചി ലുക്കുള്ള ഒരു ടാബ്ലറ്റാണ്. ഭയങ്കര സ്ലിം ആയിട്ടുള്ളൊരു ടാബ്ലറ്റാണ്. സോ കാണാനും സൂപ്പറാണ്. ഇതാണ് നമുക്കതിൻ്റെ സ്ക്രീന് വരുന്നത്. കൂടുതൽ വിശേഷങ്ങൾ പറയാം. ഇനി നമുക്ക് ബോക്സിൽ എന്തൊക്കെ അവൈലബിൾ ആണെന്ന് നോക്കാം. ഇതുപോലൊരു 2 വിൻഡോ പോലെയാണ് കേട്ടോ. ഫസ്റ്റ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ സിം ഇജക്റ്റിംഗ് പിൻ ഉണ്ട്, അതുപോലെ തന്നെ കേബിൾ ഉണ്ട്. സെക്കൻഡ് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദേ ഇരിക്കുന്നു ചാർജർ. അടിപൊളിയല്ലേ. 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൻ്റെ ഉള്ളത്തെ കാര്യങ്ങൾ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പക്ഷേ ഇതിൽ പിന്നെ കാര്യമായിട്ട് വേറെ ഒന്നുമില്ല. യൂസ് ചെയ്തത് മുതൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ടാബ്ലറ്റ് മേടിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ഒരു ടാബ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഡിസ്പ്ലേനെ പറ്റി സംസാരിക്കാം. 11.6 ഇഞ്ച് സൈസാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഒരു IPS പാനലാണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം നോർമലി ഒരുവിധം ടാബ്ലറ്റിലൊക്കെ IPS പാനലാണ്. AMOLED പാനൽസ് ഇത്രയും വലുത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊന്നും നിൽക്കില്ല, അതിനേക്കാൾ ഒരുപാട് മേലെ പോകും. അതുകൊണ്ട് തന്നെ IPS ഡിസ്പ്ലേ ആണ്. ബട്ട് IPS ഡിസ്പ്ലേ നല്ല ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ടാബ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷനെ പറ്റി പറയുകയാണെങ്കിൽ 7:5 ആണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ വന്നിരിക്കുന്നത്. അതായത് നോർമലി നമ്മുടെ ടാബ്ലറ്റ്സിൻ്റെ സ്ക്രീനൊക്കെ കുറച്ചുകൂടി വൈഡർ ആയിട്ടായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുക. എന്നാൽ ഇത് വരുന്നത് ബുക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൈപ്പ് റെസൊല്യൂഷനാണ്. 7:5 റെസൊല്യൂഷനാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ 7:5 റെസൊല്യൂഷൻ പോലെയാണ് നമ്മുടെ ഫോട്ടോസ് വരിക. സോ ആ ഒരു റെസൊല്യൂഷനാണ്. അതൊരു ബുക്ക് നിവർത്തി പിടിച്ചിരിക്കുമ്പോൾ ഏതൊരു റെസൊല്യൂഷനാണ് കിട്ടുന്നത് അതേപോലത്തെ റെസൊല്യൂഷനാണ് ഇതിൽ വരുന്നത്. സോ അത്യാവശ്യം നല്ല സെറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. കണ്ട നല്ല സൂപ്പറായിട്ട് നമുക്കിങ്ങനെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 500 നിറ്റ്സിൻ്റെ നോർമൽ ബ്രൈറ്റ്നസും 550 നിറ്റ്സിൻ്റെ HBM ബ്രൈറ്റ്നസും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണിത്. 296 ppi ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. നമുക്കറിയാം നോർമൽ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 400 ppi മേലെയൊക്കെ കാണുന്നുണ്ടാവും. ബട്ട് ഇത് ടാബ്ലറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും വലിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിക്സൽസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 296 ഇനഫാണ്. അത് അത്യാവശ്യം നല്ല ക്രിസ്പ് ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. ഇതിൻ്റെ ഫോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട്. സോ ഡിസ്പ്ലേ സൈഡിൽ നിന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ടാബ്ലറ്റാണ് ഇതെന്ന് പറയേണ്ടി വരും. ഇനി നമുക്കിതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സോളിഡ് ഫീലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത്. അതായത് ഭയങ്കര സോളിഡ് ആയിട്ടുള്ള ഭയങ്കര റിജിഡ് ആയിട്ടുള്ള ഒരു ബോഡി പിടിക്കുന്ന പോലെയാണ്. നല്ലൊരു മെറ്റലിൻ്റെ ഒരു പീസ് പിടിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ് നമുക്ക് വരുന്നത്. സോ ഇതിൽ മെയിനായിട്ട് 2 കളറാണ് വരുന്നത്. ഒന്നൊരു ഗ്രേ കളർ, ഒന്നൊരു ഷാമ്പെയിൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളർ. നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഷാമ്പെയിൻ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഇനി ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു ഡുവൽ ക്യാമറ സെറ്റപ്പ് തോന്നിക്കുന്ന പോലത്തെ ഒരു ക്യാമറ മൊഡ്യൂളാണ്. ബട്ട് ആക്ച്വലി ഇതിലൊരു ക്യാമറയെ വരുന്നുള്ളൂ, മറ്റത് ജസ്റ്റ് ഒരു ഡെമി സെറ്റപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു റിംഗ് ലൈറ്റ് പോലത്തെ ഒരു ചെറിയൊരു ഫ്ലാഷ് ലൈറ്റ് കാണാൻ സാധിക്കും. ഇവിടെ റിയൽമിയുടെ ഒരു ലോഗോ ഇങ്ങനെ കാർവ് ചെയ്ത പോലത്തെ ഒരു ഫീലാണ്. മൊത്തത്തിൽ ആ ഒരു ഗോൾഡ് ഫിനിഷ് അടിപൊളി പ്രീമിയം ലുക്കാണ്. നമുക്ക് ആ ഒരു മെറ്റൽ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രീമിയം ഫീലാണ് തരുന്നത്. നമുക്ക് ഒരു സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടെ 2 സ്പീക്കറും ഈ ഒരു സൈഡിൽ 2 സ്പീക്കറും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് സിം പ്ലസ് മൈക്രോ SD കാർഡിൻ്റെ ഒരു ട്രേ കാണാൻ സാധിക്കും. പിന്നെ നമുക്കിവിടെ വോളിയം ബട്ടൺ അതുപോലെ തന്നെ പവർ ബട്ടൺ സൈഡിലൊക്കെ ഉണ്ട്. സോ മൊത്തത്തിൽ ഒരു ബിൽഡ് ക്വാളിറ്റി ഭയങ്കര ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ഫീൽ ആയിട്ടാണ് എനിക്ക് കൂടുതലും തോന്നിയത്. ഇനി ഇതിൻ്റെ തിക്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്ലിമ്മാണ്. 6.6 mm തിക്നെസ്സേ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിന് വരുന്നുള്ളൂ. ഞാൻ നേരത്തെ സൈസ് ഓൾറെഡി പറഞ്ഞതാണ്. 11.6 ഇഞ്ചാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 578 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. സോ ഈ ഒരു സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വെയിറ്റ് വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല. സോ എല്ലാം കൊണ്ടും ഈ ഒരു സംഭവം ഭയങ്കര ഹാൻഡിയാണ്, നല്ല പ്രീമിയം ലുക്കുമാണ്, അതുപോലെ തന്നെ ഒരു സോളിഡ് ബിൽഡ് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി ഒറ്റ വാക്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഞാൻ പറയും ഈ ഒരു ടാബ്ലറ്റിൽ വന്നിട്ടുള്ള ഹ്യൂജ് ബാറ്ററി തന്നെയാണ്.
12200 mAh ബാറ്ററിയാണ് മോനെ ഇതിനുള്ളിൽ വെച്ചേക്കണേ. നോർമലി ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ടാബ്ലറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 8000 അതുപോലെ തന്നെ 10000 mAh ഒക്കെ ബാറ്ററി കാണാറുണ്ട്. എന്നാൽ ഇതിൽ 12200 mAh ഹ്യൂജ് ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പിൻ്റെ കേസ് വേറെ ലെവലാണ്. നിങ്ങൾക്ക് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ടാബ്ലറ്റ് ആയിരിക്കും ഈ ഒരു ടാബ്ലറ്റ്. സോ ഈ ഒരു ടാബ്ലറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്ക്വയറിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അവരുടെ കോൺടാക്ട് നമ്പറോട് കൊടുക്കാം. സോ ഈ ഒരു ടാബ്ലറ്റ് റിയൽമി പാഡ് 3 നിങ്ങൾക്ക് ബെസ്റ്റ് ഓഫറിൽ മേടിക്കാനായിട്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ടാബ്ലറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് മൊബൈൽ ഡിവൈസുകളായിക്കോട്ടെ മറ്റ് ഹോം അപ്ലയൻസ് ഗാഡ്ജറ്റ്സ് ഒക്കെ ആയിക്കോട്ടെ നിങ്ങൾക്ക് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു വന്നത് ബാറ്ററി ബാക്കപ്പിൻ്റെ കേസിൽ ഈ ഒരു ടാബ്ലറ്റ് ഒരു മാസ് ഐറ്റം തന്നെയാണ്. പിന്നെ 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലാഗ് ഇല്ലാതെ നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യത്തിന് നിങ്ങളുടെ സ്മാർട്ട് വാച്ചിൽ ബാറ്ററി കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങളുടെ ഇയർപോഡ്സിൽ ബാറ്ററി കഴിഞ്ഞു എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. കാരണം 6.5 വാട്ടിൻ്റെ റിവേഴ്സ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് വരുന്നുണ്ട്. സോ ഇതിൽ നമ്മളൊരു USB കേബിൾ കുത്തിരുത്തതിന് ശേഷം നമുക്ക് വേണ്ട ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ പറ്റും. ചെറിയ ഡിവൈസുകളുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ വലിയ ഡിവൈസുകളൊന്നും ഇതിൽ ചാർജ് ചെയ്യാൻ പ്രതീക്ഷിക്കണം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണൊക്കെ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ചാർജിങ് എന്ന് കാണിക്കുമായിരിക്കും. ബട്ട് അത് ചാർജ് വരുന്നതിൻ്റെ ആ ഒരു വാട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിരിക്കും. നിങ്ങൾക്ക് ചെറിയ ഡിവൈസുകളൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഈ ഒരു ടാബ്ലറ്റ് വെച്ച് പറ്റൂട്ടാ. ഈ ഒരു ടാബ്ലറ്റിൽ 2 ക്യാമറാസ് വരുന്നുണ്ട്. ഒന്ന് റിയർ ക്യാമറയിൽ 8 മെഗാപിക്സൽ, അതുപോലെ തന്നെ ഒരു സെൽഫി ക്യാമറ 8 മെഗാപിക്സൽ. റിയൽ ക്യാമറയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2 ക്യാമറ പോലെ തോന്നും. ബട്ട് ആക്ച്വലി ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ. മറ്റത് ജസ്റ്റ് ഒരു ഡെമ്മി പോലെ സെറ്റപ്പ് ആണ്, ജസ്റ്റ് ഒരു ഡിസൈൻ മാത്രമേ ഉള്ളൂ. പിന്നെ താഴെ നമുക്കൊരു ഫ്ലാഷ് ലൈറ്റ് കാണാൻ സാധിക്കും. 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. വീഡിയോ ക്വാളിറ്റി അത്യാവശ്യം ഡീസൻ്റ് ആണ്. HD 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. നിങ്ങൾ നല്ല ഡേ ലൈറ്റിലാണ് അല്ലെങ്കിൽ ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് സെറ്റപ്പിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് വീഡിയോ ഔട്ട്പുട്ട് കിട്ടും. സോ വീഡിയോൻ്റെ കേസിൽ നിങ്ങൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ടില്ല, അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ഡിവൈസ് വെച്ച് തന്നെ പറ്റും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ റിയർ ക്യാമറ നമുക്ക് ഓട്ടോ ഫോക്കസ് സപ്പോർട്ടുള്ള ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫോക്കസ് നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് റിയർ ക്യാമറയെ പറ്റി പറയാനുള്ളത്. ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിലും അവിടെ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ് വരുന്നത്. അവിടെ നമുക്ക് HD 30 FPSൻ്റെ വീഡിയോ സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾ വീഡിയോ കോൾ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ കോൺഫറൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ ഇതിൻ്റെ സെൽഫി ക്യാമറ വർക്ക് ആവുന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. സോ ക്യാമറ അതാണ് വരുന്നത്. 8 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറ, റിയർ ക്യാമറ രണ്ടിലും നമുക്ക് വീഡിയോ ഒക്കെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ക്യാമറ സൈഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ പെർഫോമൻസും ഈ ഒരു ടാബ്ലറ്റിനുണ്ട്. ഈ ഒരു ടാബ്ലറ്റിൻ്റെ പെർഫോമൻസ് സൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് ഒരു 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ്. ഇതിന് തൊട്ട് മുന്നത്തെ റിയൽമി പാഡ് 2 ഐ തിങ്ക് 6 നാനോമീറ്റർ ചിപ്സെറ്റ് ആയിരുന്നു. സോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡയമണ്ട്സിറ്റിയുടെ 7300 മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ്. നമുക്കറിയാം കുറച്ച് കാലം മുന്നേ ഒരു മിഡ് റേഞ്ച് ഫോണുകളിലൊക്കെ വന്നിരുന്ന ചിപ്സെറ്റ് ആയിരുന്നു ഡയമണ്ട്സിറ്റിയുടെ 7300 പ്രോ എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അതിനെ ഒന്നുകൂടി മോഡിഫൈ ചെയ്തിട്ടായിരിക്കും ഈ ഒരു 7300 മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിപ്സെറ്റ് കൊണ്ടുവരുന്നത്. എനിവേ ചിപ്സെറ്റ് അത്യാവശ്യം സെറ്റാണ്. നമുക്ക് ഡേ ടു ഡേ ടാസ്കുകൾ ചെയ്യാനും AI പരിപാടികൾ ചെയ്യണം. നോർമൽ രീതിയിലുള്ള ഗെയിമിങ്ങിനൊക്കെ അടിപൊളി തന്നെയാണ്. ഞാൻ ഗെയിം കളിച്ച് നോക്കി. 90 FPS സപ്പോർട്ട് നമുക്ക് PUBGയിൽ കിട്ടുന്നുണ്ട്. കോൾ ഓഫ് ഡ്യൂട്ടി കളിക്കാൻ പറ്റിയിട്ടില്ല. സോ അത്തരത്തിലുള്ള ഗെയിമിങ്ങൊക്കെ നമുക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഗെയിമേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇത്രയും വലിയ ഡിസ്പ്ലേ ആണെങ്കിൽ പോലും ഇതിലേക്ക് ക്രോപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് കൊടുക്കുന്ന വിഷ്വൽസ് ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലോസ് റേഞ്ചിൽ ഗെയിം കളിക്കുമ്പോൾ അതിൻ്റെ ഗ്രാഫിക്സിൽ ചെറിയ രീതിയിലുള്ള ഒരു ക്രാക്ക് നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ ആ ഒരു എഡ്ജിലൊക്കെ ചെറിയൊരു പിക്സലേറ്റഡ് ആയിട്ടുള്ള പോലത്തെ ഒരു ഫീൽ വരുന്നുണ്ട്. സോ ഗ്രാഫിക്സിൻ്റെ ഒരു കേസ് നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സ്മൂത്ത് ഗ്രാഫിക്സ് ഒക്കെ ഇട്ട് ഹൈ ഫ്രെയിം റേറ്റ് ഒക്കെ ഇട്ട് കളിക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രാഫിക്സ് നോക്കുമ്പോൾ ഒരു ക്രോപ്പഡ് ആയിട്ടുള്ള പോലെയാണ് തോന്നുന്നത്. അപ്പോൾ PUBGയുടെ സൈഡിൽ നിന്നുള്ളൊരു പ്രശ്നമാണ് അത്. നമ്മൾ ടാബ്ലറ്റിൻ്റെ സ്ക്രീൻ റേഷ്യോയിലേക്ക് തന്നെ അവർ ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. സോ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. പിന്നെ നമ്മളിതിൽ HD ഒക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ആണ് വരുന്നത്. അതർവൈസ് ഗെയിം കളിക്കുമ്പോൾ ഭയങ്കര സ്മൂത്താണ്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ലാഗോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും തീരില്ല. കാരണം ഇത്രയും വലിയ സൈസൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം ഹീറ്റിംഗ് തീരെ വന്നില്ല. ഗെയിമും അത്യാവശ്യം നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. 90 FPS സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചിപ്സെറ്റിനെ പറ്റി പറയുന്നത്. 4 നാനോമീറ്റർ ചിപ്സെറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അതിൻ്റെ ഗ്രാഫിക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ARMൻ്റെ Mali G615 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാഫിക്സ് ആണ് നമ്മുടെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സ് ആണ്. നമുക്ക് എന്താ പറയുക മൾട്ടിമീഡിയ കാര്യങ്ങളും കാണുമ്പോഴൊക്കെ തന്നെ നല്ല ഷാർപ്നെസ്സും നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ നല്ലൊരു കളർ ടോൺസ് ഒക്കെ നമുക്ക് ഈ ഒരു ഗ്രാഫിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റാം വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 8 GB റാം വേരിയൻ്റ് ആണ് ഇത് അവൈലബിൾ ആയിട്ട് വരുന്നത്. 8 GB നമുക്ക് 128 അല്ലെങ്കിൽ നമുക്ക് 256 നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. ഞാൻ പറയുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ 256 തന്നെ എടുക്കാൻ ശ്രമിക്കുക. ആ ഒരു ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ 256 നിങ്ങൾക്ക് കുറവാൻ തോന്നുകയാണെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു സിം ട്രേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 2 TB വരെ മെമ്മറി കാർഡ് വാങ്ങിച്ചിടാവുന്നതാണ്.
സോ അത്രയും ഹ്യൂജ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് വരെ നമ്മുടെ ഈ ഒരു ടാബ്ലറ്റ് സപ്പോർട്ട് ചെയ്യും. സോ ഇതൊക്കെയാണ് പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്. അത്യാവശ്യം സെറ്റപ്പ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആണ്. കാരണം സാധാരണ ടാബ്ലറ്റിലൊക്കെ ബാക്കിയെല്ലാം അടിപൊളിയായിരിക്കും, ഡിസ്പ്ലേ അടിപൊളിയായിരിക്കും, ബാറ്ററി അടിപൊളിയായിരിക്കും, ചിപ്സെറ്റിൻ്റെ സൈഡ് നോക്കുമ്പോൾ ഭയങ്കര വീക്കായിരിക്കും. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത നല്ലൊരു ചിപ്സെറ്റ് കൂടി ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ റെഡ്മിയുടെ അല്ല ഷവോമിയുടെ ഒരു പാഡൊക്കെ വന്നിരുന്നു. അതിൽ നമുക്ക് മറ്റേ സ്നാപ്ഡ്രാഗൻ്റെ 865 ആണ്ട് വന്നിരുന്നു. എനിക്ക് തോന്നുന്നു പിന്നീട് വലിയ വേറെ ടാബുകളൊന്നും അത്രയും നല്ലൊരു ചിപ്സെറ്റുള്ള ടാബ്ലറ്റ് നമ്മുടെ ഇന്ത്യയിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചിപ്സെറ്റ് നല്ല അത്യാവശ്യം സെറ്റപ്പാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇനി സ്പീക്കർ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ 4 സ്പീക്കറാണ് വരുന്നത്. ഇവിടെയായിട്ട് 4 സ്പീക്കർ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൗഡാണ്, മാത്രമല്ല കേൾക്കാൻ നല്ല രസമുള്ള ഒരു സൗണ്ടാണ്. പിന്നെ നമുക്ക് ചില സംഭവങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കൊരു സറൗണ്ടിങ് ഫീലൊക്കെ നമുക്ക് ഇതിൽ വരും. നമ്മളിങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സൗണ്ട് ഇവിടുന്ന് വരിക, ചില സൗണ്ട് ഇവിടുന്ന് വരിക, അങ്ങനെയുള്ള ആ ഒരു സറൗണ്ടിങ് സംഭവങ്ങളൊക്കെ കുറച്ച് നല്ല ഡീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഓഡിയോ സിസ്റ്റം നല്ല സെറ്റായിട്ട് തോന്നി. ഇനി സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നെക്സ്റ്റ് AI എന്ന് പറഞ്ഞിട്ടുള്ളൊരു AI സപ്പോർട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നുണ്ട്. അതിൽ സർക്കിൾ ടു സെർച്ച്, അതുപോലെ തന്നെ ലൈവ് ട്രാൻസ്ലേഷൻ, പിന്നെ കുറേ ഗൂഗിൾ ജെമിനൈയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഇറേസ് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് മറ്റേ സ്കെച്ച് ചെയ്തിട്ട് നമുക്കിതിൽ ഇമേജ് ആഡ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സൊക്കെ നമുക്ക് AI സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതൊക്കെ അടിപൊളിയാണ്. പിന്നെ നമുക്ക് OS വരുന്നത് റിയൽമിയുടെ UI 7 എന്ന് പറഞ്ഞിട്ടുള്ളൊരു OS ആണ് വരുന്നത്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ ഒരു OS തരുന്നത്. മാത്രമല്ല നമുക്ക് Android 16 സപ്പോർട്ടാണ് ഇതിലിപ്പോൾ കറൻ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ OSൻ്റെ സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ക്ലീൻ OS പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. വലിയ ബ്ലോട്ട് വെയർസോ കാര്യങ്ങളൊന്നും നമുക്കിതിൽ ഫീൽ ചെയ്യുന്നില്ല. സോ OS നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ AI പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സെറ്റപ്പാണ്. പിന്നെ നമുക്ക് റിയൽമി കണക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് റിയൽമിയുടെ, ഓപ്പോൻ്റെ, അതുപോലെ തന്നെ ആ ഒരു BBKയുടെ അണ്ടറിലുള്ള ഫോണുകളൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടാബ്ലറ്റിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു മൊബൈൽ സ്ക്രീനും ഈ ഒരു ടാബ്ലറ്റിൻ്റെ സൈഡിൽ വന്നിട്ട് ഒരേപോലെ വർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ മീഡിയ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ മറ്റേ ആപ്പ് കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പും ഇതിൽ വരുന്നുണ്ട്. സ്ക്രീൻ കാസ്റ്റ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഷെയറിങ്, പിന്നെ മാനേജ് ഫയൽ അക്രോസ് ഡിവൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു കണക്ടിവിറ്റി കുറച്ചുകൂടി ഈസി ആക്കാനുള്ള പോലത്തെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ 5G മൊബൈൽ കണക്ഷൻ അടിപൊളിയാണ് കേട്ടോ. 5G സിം ഇടാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള നെറ്റ്വർക്ക്, ഈവൻ വൈഫൈ ഇല്ലെങ്കിൽ പോലും നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇതുപോലുള്ള ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് ഇതിൻ്റെ OS സൈഡ് നോക്കുകയാണെങ്കിലും മറ്റ് പ്രത്യേകത നോക്കുകയാണെങ്കിലും കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് ഫിംഗർ പ്രിൻ്റ് ആണ് വരുന്നത്. സോ നമുക്ക് ആ ഒരു ഫിംഗർ പ്രിൻ്റ് വേണമെങ്കിൽ നമുക്ക് സൈഡിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇതിന് റിയൽമിയുടെ സ്മാർട്ട് പെൻ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ, അഡീഷണലി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ അതിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ട് നമുക്ക്. സോ നിങ്ങൾക്ക് ആ ഒരു ടാബിൽ നമ്മുടെ പാനൊക്കെ വെച്ചിട്ട് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റുന്ന പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും. റിയൽമിയുടെ പാഡ് 2 വെച്ച് നോക്കുമ്പോൾ ഇത് അടിപൊളി പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അതിൽ നമ്മുടെ ഡയമൻസിറ്റിയുടെ ഹീലിയോ G സീരീസിലെ ഏതൊരു ചിപ്സെറ്റ് ആണ് വരുന്നത്. എന്നാൽ ഇതിൽ ഡയമൻസിറ്റിയുടെ 7300 മാക്സ് എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല അടിപൊളി ചിപ്സെറ്റ് ആണ്. പിന്നെ ബാറ്ററിയുടെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നത്തെ ടാബിൽ നമുക്ക് ഏകദേശം 8000 mAh ബാറ്ററി സപ്പോർട്ട് ഉള്ളൂ. എന്നാൽ ഇതിൽ 12000 mAh ബാറ്ററി നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ്ങും കൂടിയിട്ടുണ്ട്, 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ മുന്നേ വന്നിരുന്ന റെസൊല്യൂഷൻ അല്ല, മുന്നേ വന്നിരുന്ന നമുക്ക് 1.5K ആണ് വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ 2.8K ആയിട്ടുണ്ട്. സോ ഡിസ്പ്ലേ സൈഡിൽ നിന്നും അടിപൊളി ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മുടെ പാഡ് 3 ആയപ്പോൾ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പിന്നെ നമുക്ക് വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊപ്പോർഷൻ മാറിയിട്ടുണ്ട്. മറ്റേ പ്രൊപ്പോർഷൻ കുറച്ചുകൂടി വൈഡ് ആയിട്ടായിരുന്നു, എന്നാൽ ഇത് 7:5 ആയിട്ടുള്ള ബുക്ക് വ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊപ്പോർഷനിലേക്ക് മാറി. സോ അത് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നി. ഈ ഒരു ഫോണിൻ്റെ പോസിറ്റീവ് സൈഡ്സും നെഗറ്റീവ് സൈഡ്സും ഒറ്റ വാക്കിന് പറയുകയാണെങ്കിൽ ഇതിന് ഒരുപാട് പോസിറ്റീവ് സൈഡ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് തന്നെയാണ്. കാരണം ഇത് നല്ലൊരു ടാബ്ലറ്റ് ആയിട്ട് തോന്നി. പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഡിസ്പ്ലേ വൈസ് നോക്കുകയാണെങ്കിലും ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിലും സെറ്റാണ്. എന്നിരുന്നാലും ഇതിലെനിക്ക് ഫീൽ ചെയ്ത ചെറിയ നെഗറ്റീവ്സ് ഞാൻ നിങ്ങളുടെ അടുത്തുനിന്ന് ഷെയർ ചെയ്യാം. ബട്ട് അത് വലിയൊരു കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറയാം, നിങ്ങളത് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. നമ്മുടെ എല്ലാ വീഡിയോയിലും ലാസ്റ്റ് ചെറിയ രീതിയിലുള്ള നെഗറ്റീവ്സ് എന്തൊക്കെയാണ് ഫീൽ ചെയ്തതെന്ന് പറയാറുണ്ട്. അല്ലാതെ നമ്മൾ ഫുൾ പോസിറ്റീവ് മാത്രം അടിച്ചുവിട്ടുകൊണ്ടുള്ള റിവ്യൂ അല്ല. അപ്പോൾ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ഡയറക്റ്റ് തുറന്നു പറയും. എന്ന് വെച്ച് നമ്മുടെ വ്യൂവേഴ്സിന് അതൊരു ബുദ്ധിമുട്ടാവില്ലേ, അവർക്കൊരു ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നമുക്ക് HBM ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത് 550 നിറ്റ്സിൻ്റെ മാത്രം ബ്രൈറ്റ്നസ് ആണ്. എന്നാൽ ഇതേ പ്രൈസ് കാറ്റഗറിയിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ പ്രൈസ് കാറ്റഗറിയിൽ വരുന്ന ചില ടാബ്ലറ്റുകളിൽ നമുക്ക് 900 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരെ വരുന്നുണ്ട് HBM. അപ്പോൾ ആ ഒരു 900 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഇതിൽ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി സെറ്റപ്പായി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ക്യാമറ സൈഡ് എന്ന് പറയുകയാണെങ്കിൽ 8 മെഗാപിക്സലാണ്. 8 മെഗാപിക്സൽ എന്നുള്ള ആ ഒരു വാല്യൂ കുറച്ച് ലിമിറ്റഡ് ആണെങ്കിലും അത്യാവശ്യം നല്ല വീഡിയോ ആൻഡ് ഫോട്ടോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. സോ ഒരു നല്ലൊരു അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ബട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കൂടും. സോ അത് ഞാൻ വലിയൊരു നെഗറ്റീവായിട്ട് പറയില്ല, എനിക്ക് ജസ്റ്റ് തോന്നിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു നല്ലൊരു ക്യാമറ പെർഫോമൻസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. എന്നാൽ 8 മെഗാപിക്സലിൻ്റെ ക്യാമറ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല ഫോട്ടോ ആൻഡ് വീഡിയോസ് എടുക്കാനും പറ്റുന്നുണ്ട്. അത് വലിയൊരു കുറ്റമായിട്ട് ഞാൻ പറയില്ല. പിന്നെ ഈ ഒരു ടാബ്ലറ്റിൻ്റെ റേറ്റിങ്ങിനെ പറ്റിയിട്ടാണ് എനിക്കൊരു കാര്യം തോന്നിയത്. IP68 റേറ്റിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ ടാബ്ലറ്റ്
നമ്മുടെ ബാഗിലൊക്കെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവന് ചിലപ്പോൾ ഒരു പക്ഷേ കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് IP68 ഹെൽപ്പ് ചെയ്തേനെ. എന്നാൽ ഇപ്പോൾ ഉള്ള റേറ്റിംഗും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സേഫ്റ്റി നമുക്ക് തരുന്നുണ്ട്. പിന്നെ എല്ലാവരും പറയാറുള്ള പോലെ തന്നെ നമ്മുടെ ഫോണുകളിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു 3.5mm ജാക്കിൻ്റെ സപ്പോർട്ട് എടുത്ത് കളഞ്ഞല്ലോ. അതുപോലെ തന്നെ ഈ ഒരു ഡിവൈസിലും വരുന്നില്ല. അത് നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കൂടുതലും പേരും ബ്ലൂടൂത്താണ് യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്നൊരു പരിപാടി പോയി അവിടെ പെട്ടെന്നൊരു ഓഡിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3.5mm ജാക്കിൻ്റെ സംഭവം നമുക്ക് ഇതിൽ മിസ്സിംഗ് ആണ്. അതെനിക്കൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നി. അത് ഇതിൽ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഡിവൈസുകളിലും നമുക്ക് ആ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അത് നല്ലൊരു സംഭവമാണ്. നമുക്ക് പെട്ടെന്നൊരു മ്യൂസിക് സിസ്റ്റത്തിലേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓക്സിജനാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ അത് നമുക്ക് ഇതിൽ മിസ്സിംഗ് ആണ്. പിന്നെ നമ്മുടെ PUBG പോലുള്ള ഗെയിമിലൊക്കെ ഇപ്പോഴും 90 FPS സപ്പോർട്ടാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. അത് 120 FPS ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നി. മേ ബി അടുത്ത അപ്ഡേറ്റിലൊക്കെ ഇതിലേക്ക് പറ്റിയ രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ആ ഒരു 120 Hz സപ്പോർട്ട് വരുമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. 90 Hz സപ്പോർട്ടാണ് ഇപ്പോൾ കറൻ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് പറയുന്നത് ശരിയല്ല. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു പ്രൈസിൽ ഈ ഒരു സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയൊരു സ്മാർട്ട് പെൻ കൊണ്ട് ഇതിനോട് തരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി. ബട്ട് പ്രൈസ് കൂടും, ഇൻബിൽഡ് ആയിട്ടുള്ള പ്രൈസ് കൂടും. സോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ നെഗറ്റീവ്സ് ഒഴികെ ഈ ഒരു ടാബ്ലറ്റ് അടിപൊളി സാധനമാണ്. ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപ്പാൻ സ്കോറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കൊന്ന് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് പർപ്പസിനായിക്കോട്ടെ, വീഡിയോ എഡിറ്റിങ്ങിനായിക്കോട്ടെ. വീഡിയോ എഡിറ്റിംഗ് ഒക്കെ അടിപൊളി കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നത്. ഞാനത് VN ആപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിരുന്നു. സോ അതിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ചെറിയൊരു ആഡിൻ്റെ ഇഷ്യൂ ഉണ്ടായിരിക്കും, വലിയ കാര്യമാക്കണ്ട. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസും ഇതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഓൾറെഡി നമുക്ക് VN ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി ചില ടെംപ്ലേറ്റ്സ് ഉണ്ട്. സോ ആ ടെംപ്ലേറ്റിൽ എടുക്കുക, ഡൗൺലോഡ് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമ്മുടെ ഓപ്ഷൻസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. സോ അത് റിയൽമിയുടെ എയർ ജസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അല്ലാത്ത സമയത്ത് നമ്മൾ 3 ഫിംഗർ കൊണ്ടാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസിയായിട്ട് ഫിംഗർ പ്രിൻ്റ് എടുക്കാൻ പറ്റും. സോ അതുകൊണ്ട് യൂസ് ചെയ്യാൻ ഭയങ്കര കൺവീനിയൻ്റ് ആണ്, ഭയങ്കര രസമാണ്. നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയാണ്ടത് വാങ്ങിച്ച് പോകും ഗൈസ്, ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പ്രോപ്പർ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും ഒരു 30 റേഞ്ചിലായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടാബ്ലറ്റ് ആയിരിക്കും. പിന്നെ ഒരു 32 പ്രൈസ് റേഞ്ചിലേക്ക് ഇതിൻ്റെ 256 GB അവൈലബിൾ ആയിരിക്കും. സോ അടിപൊളി ഒരു എന്താ പറയുക, ഒരു വാല്യൂ ഫോർ മണി ടാബ്ലറ്റായിട്ട് എനിക്ക് തോന്നി. നിങ്ങൾ ഈ ഒരു ടാബ്ലറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ല എന്താ പറയുക, ഇപ്പോൾ വീഡിയോ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ബിസിനസ്സോ, നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ പ്രൊഡക്ട്സ് ഇങ്ങനെ ഷോക്കേസ് ചെയ്യണമല്ലോ അവരുടെ മുന്നിൽ പോയിട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സാധനമാണ്. കാണാൻ നല്ല പ്രീമിയമാണ്, നല്ല സ്ലിമ്മാണ്. ബാറ്ററിയുടെ കാര്യം പറയണ്ട, വേറെ ലെവലാണ്. സോ ഞാനത് ചുമ്മാ തള്ളി പറയല്ല, എനിക്ക് ഉപയോഗിച്ച് എനിക്ക് ഫീൽ ചെയ്ത കാരണം പറഞ്ഞാണ് നിങ്ങളുടെ അടുത്ത്. സോ ഇതുപോലുള്ള കുറച്ച് ജെന്യുവൻ റിവ്യൂസ് നിങ്ങളുടെ അടുത്ത് തരുന്നതാണ് എനിക്ക് ഇപ്പോഴും ആഗ്രഹം. സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിക്കുന്നു. സോ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ റിയൽമി പാഡ് 3ൻ്റെ ഫ്രണ്ട് ക്യാമറ എടുക്കുന്ന വീഡിയോ. HD 30 FPS അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. റിയൽമി പാഡ് 3ൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോ ആണിത്. എനിക്ക് കമ്പാരിറ്റീവ്ലി ഫ്രണ്ട് ക്യാമറയിൽ കിട്ടുന്ന വീഡിയോ ആണ് കുറച്ചുകൂടി ബെറ്റർ എന്നാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി, കുറച്ചുകൂടി ഒരു ഡെപ്ത് ഒക്കെ ഉള്ളത് ആ ഒരു ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോസാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കോള്, വീഡിയോ കോൺഫറൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ഒരു ടാബ്ലറ്റ് സൂപ്പറായിട്ട് എനിക്ക് തോന്നി. ഫോട്ടോസും അത്യാവശ്യം സെറ്റാണ്. റിയർ ക്യാമറ ആണെങ്കിലും ഫ്രണ്ട് ക്യാമറ ആണെങ്കിലും ഫോട്ടോ സെറ്റാണ്. ബട്ട് വീഡിയോൻ്റെ കേസിൽ നമുക്ക് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നിയത് ഫ്രണ്ട് ക്യാമറയിലെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് വഴി, ലൈക്ക് വഴി അറിയിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാം. കൂടുതൽ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാൻ. അതുവരെയും ബൈ. ജിനോ ടെക് വ്ളോഗ്സ്.